ജനപ്രതിനിധികൾക്കും എംപിമാർക്കും വൈഫ് ഇൻചാർജുമാർ ഉണ്ടെന്ന വിവാദ പരാമർശത്തിൽ വെട്ടിലായ സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിക്ക് സംരക്ഷണമൊരുക്കി ദാറുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. നദ്വിയെ തള്ളിയ സമസ്ത നേതൃത്വത്തിനെതിരെ തിരുത്ത ജാഗ്രതാ സദസ്സ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു. മുഷാവറയ്ക്കും ലീഗ് വിരുദ്ധർക്കും മുൻപിൽ നദ്വി ഒറ്റപ്പെട്ടപ്പോഴാണ് ഹുദവികളുടെ പരസ്യമായ ഈ നീക്കം. സമസ്ത മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ വൈഫ് ഇൻചാർജ് പരാമർശം വിവാദമായപ്പോൾ സമസ്ത നേതൃത്വത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല. പിന്തുണ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഇതൊന്നും സമസ്തയുടെ നയമല്ലെന്ന് പറഞ്ഞ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പൂർണ്ണമായും നദ്വിയെ തള്ളി. ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ദൂഷ്യവശങ്ങൾ ഇങ്ങനെ അത് പിന്നെ പരിശോധിച്ചെടുക്കണം പണിയല്ലല്ലോ നമ്മൾ. മൂപ്പരോട് അതിന്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാൻ നമ്മളോടല്ല ചോദിക്കേണ്ടത്. നദ്വിയെ തള്ളിയ സമസ്ത നേതൃത്വത്തിനുള്ള മറുപടിയായിരുന്നു ദാറുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഹുദവികൾ മലപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടി. നദ്വി പറഞ്ഞത് പ്രവാചക വിമർശനം നടത്തുന്നവർക്കെതിരെയുള്ള പ്രതികരണമെന്നാണ് ഹുദവികളുടെ വാദം. സംരക്ഷണം ഒരുക്കേണ്ടവർ ശത്രുക്കൾക്ക് വളം വെച്ചു കൊടുത്തെന്നാണ് വിമർശനം. പ്രവാചക വിമർശകർക്ക് ഉസ്താദ് കൊടുത്ത മറുപടിയെ വളരെ മോശമായി മുസ്ലിം വിരുദ്ധർക്കും പ്രവാചകന്റെ വിമർശകർക്കും കയ്യിലേക്ക് ഒരായുധമാക്കിട്ട് കൊടുക്കുന്നത് ഏത് ഇസ്ലാമിന്റെ മാനദണ്ഡ പ്രകാരം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയും? സാഹിത്യകാരൻ കാക്കനാടന്റെ കുടജാദ്രിയിലെ സംഗീതം എന്ന പുസ്തകത്തിൽ നദ്വിക്കെതിരെയുള്ള ലൈംഗികാരോപണവും വിവാദമായിരുന്നു. പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന വിശദീകരണവുമായി നദ്വി രംഗത്തെത്തി. കാക്കനാടന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല, അറിയില്ല. അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോഴും സമസ്ത മുഷാവറയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല. രണ്ടു വിവാദങ്ങളും കൊടുമ്പിരി കൊണ്ടപ്പോഴും നദ്വിയോട് താല്പര്യമുള്ള പാണക്കാട് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്തുണയർപ്പിച്ച് രംഗത്തെത്തിയതുമില്ല. ഇതോടെ ലീഗ് വിരുദ്ധർക്കും സമസ്ത നേതൃത്വത്തിനും ഇടയിൽ ഒറ്റപ്പെട്ടു പോയ നദ്വിക്ക് സംരക്ഷണമൊരുക്കി പരസ്യമായി രംഗത്തെത്തിയതാണ് ഹുദവികൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലീഗ് വോട്ടുകളിൽ വിള്ളൽ വീഴാനാണ് സാധ്യത. സമസ്ത മുഷാവറയിലെ പല കാര്യങ്ങളോടും എതിർപ്പുള്ളവരാണ് ദാറുൽ ഹുദയിലെ ഹുദവികൾ. ഒടുവിൽ സമസ്ത മുഷാവറക്ക് മുൻപിൽ നദ്വി ഒറ്റപ്പെട്ടപ്പോൾ നദ്വിക്ക് സംരക്ഷണം തീർക്കാൻ ഹുദവികൾ തന്നെ പരസ്യമായി രംഗത്തെത്തി. എന്നാൽ ഉന്നം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ആകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവാനാണ് സാധ്യത. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.